തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവനും ജീവിതവും ക്ലാസ്സുകളുടെ പരമ്പരയിലെ 117ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക് കുട്ടികളുടെ ആത്മീയ മുൻഗണന നിർണ്ണയിക്കുന്നതിൽ മാതാപിതാക്കൾ വരുത്തുന്ന തെറ്റുകളും അലംഭാവവും എന്നുള്ളതാണ്. ചൈൽഡ് റയറിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് വളരെയധികം പുസ്തകങ്ങൾ എഴുതുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ജെയിംസ് ഡോബ്സൺ പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: There is nothing more important than parents passing on a generational legacy of faith and values to their children. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തിന്റെയും മൂല്യങ്ങളുടെയും തലമുറകളുടെ പാരമ്പര്യം കൈമാറുന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നില്ല. കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലെഗസി കൈമാറുന്നതിനെ കുറിച്ചുള്ള ആ ഒരു തലമുറകൾ മാറുമ്പോൾ മൂല്യങ്ങളും സംസ്കാരവും കൈമാറുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും സന്ദേശവും ഒക്കെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്യു തോമസ് നിങ്ങളെ ക്ഷണിച്ചോളൂ. കർത്താവിന്റെ നാമത്തിന് മഹത്വം. കുട്ടികളുടെ ആത്മീയ മുൻഗണന അത് നിർണയിക്കുന്നതിൽ മാതാപിതാക്കൾ വരുത്തുന്ന തെറ്റുകളും അലംഭാവവും എന്നാണ് ആ വിഷയം എന്ന് ഹഡ്സൺ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് വഴി ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവണം. ഇത് കേൾക്കുന്ന നമുക്ക് ഏവർക്കും അത് അനുഗ്രഹമായി തീരണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതില് കുട്ടികൾ ഇരിക്കുന്നതിന് വിരോധമില്ല എങ്കിലും ഇത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് പൂർണ്ണമായിട്ടും ഇത് മാതാപിതാക്കളെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ, അതായത് ആത്മീയ മുൻഗണന നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കളായ നമുക്കാണ് പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇതില് പ്രാരംഭമായിട്ട് പറയാനുള്ള കാര്യം, ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. നമുക്ക് പല ഒഴിവുകളും ഒരു പക്ഷെ പറയാൻ സാധിക്കും. പൊതുവെ പാരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ സപ്പോർട്ട്സും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് പിള്ളേർ നോക്കണം, ബാക്കിയുള്ളത് പിള്ളേരുടെ കയ്യിലാണ്. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. അവർ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ പഠന സൗകര്യമായിരിക്കാം, ട്യൂഷനായിരിക്കാം, അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നതായിരിക്കാം, സൺഡേ സ്കൂളിലെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ക്യാമ്പിന് അവരെ അയക്കുന്ന കാര്യമായിരിക്കാം. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ 1 തിമോത്തിയോസ് 5:8 നമ്മൾ വായിക്കും: തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. നാം ഇത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഭൗതികമായിട്ട് അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ജീവസന്ധാരണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് പ്രത്യേകിച്ച് ചെയ്തു കൊടുത്താൽ തന്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ളതാണ്. എന്നാൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അവിശ്വാസികളെക്കാൾ അധമനെന്ന്. എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ അല്ലെങ്കിൽ സെക്യുലർ ലോകത്തിൽ അവിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ എല്ലാം ചെയ്യുന്ന കാര്യം തന്നെയാണത്. വിശ്വാസികളായിട്ടുള്ള നമ്മുടെ നിലവാരം എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് ഭൗതിക കാര്യങ്ങളെക്കാൾ എത്രയോ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവന് ഒരു മകൾക്ക് ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതല്ല. ഒരാത്മാവ് എന്നുള്ളത് സർവ്വലോകത്തെക്കാൾ വലുത്, പ്രാധാന്യമുള്ളത്. ഈ സർവ്വ പ്രപഞ്ചത്തിലെയും സകല സ്വത്തുക്കളും മൂല്യവും ഒന്നിച്ചു ചേർത്ത് വെച്ചാൽ അതിനേക്കാൾ വലുതാണ് ആത്മാവ്. അപ്പോൾ ആത്മീയ മുൻഗണന എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭൗതിക കാര്യങ്ങളെക്കാൾ പ്രാധാന്യമുള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു പിതാവ്, ഒരു മാതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ്. പലപ്പോഴും പാരന്റ്സ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ മൂത്ത മകനെ വളർത്തിയതുപോലെ തന്നെയാണ് ഇളയ മകനെ വളർത്തിയത്. ഞാൻ എൻ്റെ ആൺകുട്ടികളെ നോക്കിയതുപോലെ പിന്നെ ആ ശ്രദ്ധയോടുകൂടി തന്നെയാണ് എൻ്റെ പെൺകുട്ടികളെ ഞാൻ നോക്കിയത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്നിട്ട് ഇപ്പൊ ഇവൻ ഇങ്ങനെയായി, ഇളയവൻ ഇങ്ങനെയായി, പെൺകുട്ടി ഇങ്ങനെയായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, അത് നമുക്ക് ഒഴിവ് കഴിവല്ല. അത് അവിടെ പോരായ്മ വന്നിട്ടുള്ളത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഞാൻ
പിതാവായ ഞാൻ പഠിക്കണമായിരുന്നു. എൻ്റെ ഓരോ മകനെയും മകളെയും പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അത് പഠിക്കണമായിരുന്നു. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തപ്പോൾ ആ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമുള്ളതെല്ലാം കൊടുക്കാൻ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഇത് പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ കുഞ്ഞിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന്, അതിന് സെക്യുലർ എന്നില്ല, ആത്മീയമെന്നില്ല, ഭൗതികമെന്നില്ല, എല്ലാ നിലയിലും എനിക്ക് ആ കുഞ്ഞിനെ വളർത്താൻ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് നാം പറയുന്നത് പോലെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട്. നമ്മൾ ഓർക്കുന്നു, ഒരു കഥയല്ല, ഒരു സംഭവം കേട്ടു. 1947 പാലായിൽ ഉണ്ടായിരുന്ന തൊമ്മൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹം മലയാളം വായിക്കും, ഇംഗ്ലീഷ് വായിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരുപാട് മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കോടതിയിൽ നിന്നോ മറ്റേതോ ഒരു ഓഫീസിൽ നിന്ന് അന്നൊരു ഒരു ഒരു കത്ത് വന്നു. ആ കത്ത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോൾ ആ തന്റെ വീടിന്റെ അടുത്തുള്ള പല ആളുകളെയും സമീപിച്ച് ആർക്കും ഇംഗ്ലീഷ് വശമില്ല. അവസാനം അവിടെ ഒരു പോറ്റിക്കാണ് ഇംഗ്ലീഷ് വശമുള്ളത്. അപ്പൊ ഇതെന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി തരാനായിട്ട് ഈ പോറ്റിയുടെ പിന്നാലെ ഈ തൊമ്മൻ ചേട്ടൻ നടന്നു. അദ്ദേഹം പല തിരക്കുകളാണെന്ന് പറഞ്ഞ് പല പ്രാവശ്യമാണ് നിർത്തിച്ച് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അത് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയിരുന്നു. അപ്പൊ അന്ന് ഈ തൊമ്മൻ ചേട്ടൻ ഒരു തീരുമാനം എടുത്തു, എന്റെ മക്കളെ ഞാൻ വളർത്തി അവരെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുന്ന നിലയിൽ അവരെത്തിക്കും, അവരെ ഞാൻ എന്നെ കൊണ്ടാവുന്നത് പഠിപ്പിക്കും, ഞാൻ പിന്നെ എന്റെ സ്ഥലം വിറ്റിട്ടായാലും പിള്ളേരെ പഠിപ്പിക്കുന്ന അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. മക്കളൊക്കെ വലിയ വലിയ ആളുകളായി, അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായി. പക്ഷേ ഈ തൊമ്മൻ ചേട്ടന്റെ അന്ത്യം എന്ന് പറയുന്നത് ഒരു ദാരുണമായിരുന്നു. മക്കളൊക്കെ വളരെ വലിയ ആളുകളായെങ്കിലും തനിക്ക് അവസാന കാലത്ത് മക്കളുടെ ശ്രദ്ധ ആ നിലയിൽ കിട്ടിയില്ല. അപ്പോൾ ഇത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, 127, 128 സങ്കീർത്തനങ്ങളില് ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അവർ വലിയ അനുഗ്രഹമാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് മക്കൾ അനുഗ്രഹമായി തീരുന്നതെന്ന് ചോദിച്ചാൽ, ഭൗതികമായിട്ടുള്ള അവരുടെ സാഹചര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ അധ്വാനിച്ച സാഹചര്യം ഒരുക്കുക എന്നുള്ളതല്ല. ആത്മീകമായിട്ടുള്ള ആയുധങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അതിനെ പരിശീലിപ്പിക്കുവാൻ അവരുടെ കൂടെ നിന്ന് ദൈവാശ്രയത്തിൽ അവരെ വളർത്തുമ്പോഴാണ് അവര് ഭൗതിക നന്മയും പൊതുവായ നന്മയും അനുഗ്രഹങ്ങളും എല്ലാം, അല്ലെങ്കിൽ മക്കൾ നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ള ആ പ്രമാണങ്ങൾ, ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ, ആ സത്യങ്ങൾ അതനുസരിച്ച് അവനെ വളർത്തി ആ ആത്മീയ അച്ചടക്കത്തിൽ ദൈവത്തിലെ സത്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അവനെ പഠിപ്പിക്കല്ല, പരിശീലിപ്പിച്ച് അങ്ങനെ വളർത്തുമ്പോഴാണ് ഭൗതികവും ആത്മികവുമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ നാം മുൻഗണന എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നു. നാം പറഞ്ഞു, ഭൗതിക കാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം വേണം. നമ്മൾ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും വളരെ നല്ലതാണ്. മക്കൾ നന്നായിട്ട് പഠിക്കണം, മക്കൾ നന്നായി സംസാരിക്കണം, പെരുമാറണം, അവര് നന്നായിട്ട് പ്രാർത്ഥിക്കണം, സഭയിൽ പോയാൽ അവര് നല്ല ശുശ്രൂഷകൾ ചെയ്യുന്ന, പ്രബോധനം പറയുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ സഭാ ജീവിതത്തിൽ ആക്റ്റീവായിട്ടുള്ള മക്കളായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ചോദിക്കട്ടെ, മുൻഗണനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കുട്ടികൾ സൺഡേ സ്കൂളിൽ പോകുന്നു, അവര് സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ നമുക്കറിയാം ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്, സൺഡേ സ്കൂൾ എത്ര ദിവസമുണ്ട്. നമ്മുടെ ഒരു സൺഡേ സ്കൂളിൽ മുടങ്ങുന്നത്, സ്കൂളിലെ ക്ലാസ്സുകൾ, അധ്യയന ദിവസങ്ങൾ മുടങ്ങുന്നതും തമ്മില് നാം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. നാം ഓരോരുത്തരും നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പലപ്പോഴും മുൻഗണനയുടെ കാര്യത്തിൽ നമുക്ക് പിഴവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒന്നും പറയുന്നില്ല, പലർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സദൃശ്യവാക്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളായിട്ട് അവിടെ ഉപദേശം, പ്രബോധനം, ആലോചന, ശാസന ഇതൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നാം ചെയ്യേണ്ടതാണ്. അതൊക്കെ നാം ചെയ്യുന്നു എന്നുള്ളത് ശരിയുമാണ്. എന്നാൽ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ മുൻഗണനയിലെ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും
വലിയ കുറ്റം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുക, സഭയിലുള്ളവരോട് അവരെ നല്ല കാര്യങ്ങൾ പറയുക, അതുപോലെ മക്കളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ള ഒരു വിഷയം ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അന്ന് ചിന്തിച്ച ഒരു കാര്യം ഇതാണ്. എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഞാൻ പല മീറ്റിങ്ങുകളിൽ പല സ്ഥലത്ത് പോയിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒരു ഒരു വലിയ സത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് പ്രസംഗകൻ അല്ലെങ്കിൽ ആ ക്ലാസ് ലീഡ് ചെയ്യുന്ന ആള് അവിടെ ഇരിക്കുന്ന കേൾവിക്കാരോട് പറയുന്നു, എല്ലാവരും വലത് കരം ഉയർത്തുക എന്ന് പറയുന്നു. അദ്ദേഹം വലത് കരം ഉയർത്തുന്നു, എല്ലാവരും വലത് കരം ഉയർത്തുന്നു. അതിനുശേഷം ഓരോന്നായിട്ട് അദ്ദേഹം പറയുന്നു, തലയിൽ തൊടുക, കൈ രണ്ടും ഉയർത്തുക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്റ്റേജിൽ പറയുന്നു, എല്ലാവരും തങ്ങളുടെ വലത് കൈ മൂക്കിൽ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ചെവിയിൽ പിടിക്കുന്നു. അപ്പോ ഇത് പല സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത്. എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ മൂക്കിൽ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ചെവി പിടിച്ചു കഴിയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ, ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ, നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും അവര് ഇദ്ദേഹം ചെയ്യുന്നത് പോലെ, പറയുകയല്ല ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. അദ്ദേഹം മൂക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് ചെവിയെ പിടിച്ചപ്പോൾ കൂടെയുള്ള അല്ലെങ്കിൽ അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യും. പാരന്റ്സിന്റെ ഒരു വലിയ കുറ്റം എന്ന് പറയുന്നത് ഇതാണ്. അവർ പറയുന്നു, അവർ ഉത്സാഹിപ്പിക്കുന്നു, ക്ലാസ്സിൽ പോകാൻ പറയുന്നു, സൺഡേ സ്കൂളില്, യൂത്ത് മീറ്റിങ്ങില്, അല്ലെങ്കിൽ കുട്ടികളുടെ മീറ്റിങ്ങുകളില്, ക്യാമ്പിലൊക്കെ പോകാൻ അവർ ആവശ്യപ്പെടുന്നു, പറയുന്നു, പല കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ പറയുന്ന സത്യങ്ങളും ഈ പറയുന്ന അവരെ ശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും മാതാപിതാക്കളുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാതൃക അല്ലാതെ ആയി പോകുന്നു. അത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ വലിയൊരു പിഴവാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇതാണെന്നുള്ള കാര്യം സംശയമില്ല. നമ്മുടെ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത്, നാം പറയുന്നു, നാം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് അത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മാതാപിതാക്കളുടെ ദൗത്യം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മള് ഉത്തരവാദിത്വം പറഞ്ഞു, മാതാപിതാക്കളുടെ ദൗത്യം, അതിനുശേഷം മാതാപിതാക്കളുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കേണ്ട ലോകവീക്ഷണങ്ങളും ബോധ്യങ്ങളും, അതിലൂടെയാണ് ശരിക്കും മക്കൾക്ക് ആത്മീയ മുൻഗണന അതിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നത്. ഈ കാര്യങ്ങളാണ് പറയുന്നത്. മാതാപിതാക്കളുടെ ദൗത്യം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ കുറിച്ചുള്ള സാഫല്യം എന്ന് പറയുന്നത്? അവരെ ആഗ്രഹിച്ച പോലെ പഠിച്ചു, അവര് സമ്പാദിച്ചു, ജോലി വാങ്ങിച്ചു, വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, സൗകര്യങ്ങളായി, വിവാഹം കഴിച്ചു, അവര് ആത്മീക ഉത്സാഹമുള്ളവരായി, ആത്മീക ഉത്സാഹമുണ്ട്, അവര് സൽപ്പേരുണ്ടാക്കി തന്നു കുടുംബത്തിന്, അല്ലെങ്കിൽ ദുഷ്പേരൊന്നും ഉണ്ടാക്കിയില്ല. അതോടെ നമ്മള് സന്തോഷിക്കുക. എന്നാൽ നമ്മൾ വളരെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് മാതാപിതാക്കളുടെ ദൗത്യം, അല്ലെങ്കിൽ ആ മിഷൻ എന്നുള്ളൊരു വാക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുക. ആത്മീക മുൻഗണനയിൽ മക്കളെ വളർത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ദൗത്യം അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായൊരു വാക്കാണ്. മഹാനിയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. നിയോഗം അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത്, നമുക്ക് വാസ്തവത്തിൽ മക്കളെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ അവരെ ആത്മീയ മുൻഗണനയിൽ അവരെ നിർത്തുവാൻ, വളർത്തുവാൻ, ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും വലിയ മിഷനാണ്, നിയോഗമാണ്, ദൗത്യമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മിഷൻ അക്കംപ്ലിഷ്ഡ്, മിഷൻ ഫെയിൽഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണത്? അതായത് റോക്കറ്റ് വിക്ഷേപിച്ചു, അത് വിജയകരമായി തീരുമ്പോൾ അക്കംപ്ലിഷ്ഡ് അല്ല, അത് തിരികെ വന്നാൽ അത് പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ എത്ര ആളുകൾ ജാഗ്രതയോടെ, ബുദ്ധിമാന്മാരായ ആളുകൾ എത്ര വലിയ ശ്രമം നടത്തിയിട്ടാണ് അതിനെ വിജയിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ച്, മാതാപിതാക്കളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയാം, ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് മക്കളെ ഒരു വലിയ വിഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ
ആത്മീയ കാര്യങ്ങളിലുള്ള മുൻഗണന ഉറപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിയോഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിയോഗം അല്ലെങ്കിൽ ഈ ദൗത്യം എന്നുള്ളത് എന്നെ കേൾക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകൾ കുടിയേറ്റ കർഷകരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് നന്നായിട്ട് അറിയാതെ എന്താണത്. ഞാനും കുടിയേറ്റ കർഷകനായിട്ടുള്ള ഒരാളുടെ മകനാണ്. നമ്മുടെ പിതാക്കന്മാർ എന്താണ് ചെയ്തത്? അവര് പടവെട്ടി കാട്ടാനയോടും പെരുമ്പാമ്പിനോടും ഒക്കെ മല്ലടിച്ച് അവർ വിജയിച്ചു. ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക്, ആ ദൗത്യത്തിലേക്ക് അവർ പോകാനായിട്ട് എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് അവർ ലക്ഷ്യത്തിലേക്ക് അവർ എത്തി എന്നുള്ളതാണ്. നമ്മൾ ഈ ദൗത്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യം, എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വാക്യമാണ് സദൃശവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാൽ അത് വിട്ടുമാറുകയില്ല. അപ്പോ നാം ഇതിന്റെ ഇംഗ്ലീഷ് നമുക്കറിയാം, ട്രെയിൻ അപ്പ് എ ചൈൽഡ്. പഠിപ്പിക്കാനല്ല പറയുന്നത്, ബുദ്ധി ഉപദേശിക്കാനല്ല പറയുന്നത്, ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ. അപ്പൊ ഇവിടെ ഒരു വഴിയെ കുറിച്ച് പറയുന്നു. ഏതാണ് ആ വഴി? നാം നമ്മുടെ മക്കളെ നടക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നത്, ആ വഴി ഏതാണ്? ബാലൻ പോകേണ്ട വഴി ശരിയായ വഴിയാണ്. ശരിയായ വഴി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വഴിയാണ്. അല്ലെങ്കിൽ അത് ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ദൈവം വെച്ചിട്ടുള്ള വഴിയാണ്, ജീവന്റെ വഴിയാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെ മക്കളെ നടത്താം, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ, എന്റെ മകനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള വഴി ഏതാണ്? ഇത് കണ്ടെത്തി കഴിയുമ്പോഴാണ് എനിക്ക് എന്റെ ദൗത്യത്തിലേക്ക് എന്റെ മകനെ അയക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ വഴി എവിടെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് വചനത്തിലെ സത്യങ്ങളിലൂടെയാണ് കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ വചനത്തില് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ, വചനം പഠിക്കുക. മക്കളെ കുറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കുമ്പോൾ അത് വചനത്തിലെ സത്യങ്ങൾ സ്നേഹത്തോടെ, അച്ചടക്കത്തിൽ, തുടർച്ചയായി, ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കുട്ടി വളരുവോളം നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്? പറയുന്നു, അത് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അടി വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആളുകളെ വിട്ട് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ശ്രമിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പറയും, പഴയ ആളുകളെ പോലെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, കുറെ ശ്രമിച്ചു, അടിച്ചിടത്തോടെ പോകുന്നില്ലെങ്കിൽ പോകുന്നിടത്തോടെ അടിക്കുക, അല്ലെങ്കിൽ ഞാൻ കുറെ ശ്രമം നടത്തി, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ട്രെയിൻ അപ്പ് എ ചൈൽഡ് എന്ന്. അങ്ങനെ വഴക്ക് പറയാനും അടിക്കാനും അങ്ങനെയല്ല, പറയാനല്ല, പരിശീലിപ്പിക്കാനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒരു ട്രെയിനർ ആവേണ്ട ആവശ്യമുണ്ട്, കോച്ച് ആവേണ്ട ആവശ്യമുണ്ട്. പറഞ്ഞു കൊടുത്താൽ പോരാ, പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പരുവത്തിന് അവനെ ഉയർത്താനും വളർത്താനും അവന്റെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കും. ചില കാറൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ചില പരിശീലകരെ കണ്ടിട്ടില്ലേ? എത്ര ഭംഗിയായിട്ടാണ് അവര് ചെയ്യുന്നത്. ഏത് കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഏത് വ്യക്തിയും ഇനി ആ പരിശീലകനെ പോലെ തന്നെ കഴിഞ്ഞില്ലെങ്കിലും തിയറി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യാൻ തക്കവിധം സാധിക്കണം. സ്വിമ്മിങ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് ഒരു വലിയ ദൗത്യമാണ്. നാം പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്യേണ്ടതാണ്. ഒരു മരം വളർത്തുന്നത് പോലെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നതെന്ന് ഈ ഇതിനോട് പറയാറുണ്ട്. എന്താണ് മരം? ബോൺസായി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു മരത്തെ വളർത്താൻ എങ്ങനെ വളർത്തണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് വെയില് അതിന് കിട്ടണം. വെയില് കിട്ടുന്ന ആ ദിശയിലേക്ക് വളഞ്ഞ് മരങ്ങളും തെങ്ങൊക്കെ വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെ നേരെ വളർത്താൻ, നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കാലമുണ്ട്. മരം കുറെ അധികം വളർന്നിട്ട് പിന്നെ അതിനെ നേരെയാക്കാൻ സാധിച്ചു എന്ന് വരികയിൽ നമ്മുടെ ഇടയിൽ തന്നെ പറയുമല്ലോ, മരമാണെങ്കിൽ മടിയിൽ വെക്കുക, അല്ല സോറി, അടയ്ക്കയുടെ തൈ ആണെങ്കിൽ അല്ലെങ്കിൽ അടയ്ക്കയാണെങ്കിൽ നമുക്കത് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ വീടിനെ തൊട്ട് പുറകില് ഒരു റബ്ബർ തോട്ടമായിരുന്നു. അത് വെട്ടിക്കളഞ്ഞപ്പോൾ ഒരു 5-6 തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഓണറോട് പറഞ്ഞു, അത് എല്ലാം വളഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് നിൽക്കുന്നത്. ഓണർ ഇത് കരിയാക്കിയാൽ ഒരെണ്ണം മറിഞ്ഞ് ഞങ്ങളുടെ മതിലേക്ക് വീണ് വലിയ കുഴപ്പമുണ്ടാക്കിയില്ല, അടുത്തത് എപ്പോഴാണ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഓണർക്ക് അതിനെ കളയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അതിനെ വളർത്തിയാണോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് അറിയില്ല. എന്തായാലും മക്കളെ വളർത്തുന്നതും മരത്തെ വളർത്തുന്നതും ഒരുപോലെ എന്ന് പറയുമ്പോൾ ഒരു പാഠം നാം ഓർക്കുക, ഇത് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അതിനെ വലുതായ ശേഷം പിന്നെ അതിനെ മാറ്റുവാൻ നമുക്ക് സാധിച്ചു എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ, അല്ല കുഞ്ഞ് ജനിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മള് കുഞ്ഞായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, അവനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ
വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുക. സുസാന വെസ്ലിയെ നമുക്കറിയാം, ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, കൂടാതെ 15 മക്കൾ ഉണ്ടായിരുന്നു അവർക്ക്. ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അവരെടുത്ത 6 തീരുമാനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന്, കുഞ്ഞിന്റെ ഇച്ഛാശക്തി, അവൻ തോന്നിയതുപോലെ അവൻ ചെയ്യുന്ന ഒരു പ്രകൃതത്തിൽ നിന്ന് അവരെ മാറ്റി ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റവും വേഗം അവൻ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവനെ പരിശീലിപ്പിക്കുക. പറഞ്ഞു കൊടുക്കാനല്ല, പരിശീലിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, സംസാരിക്കാൻ തുടങ്ങുന്ന നാൾ മുതൽ കുഞ്ഞിനെ പ്രാർത്ഥിപ്പിക്കുക. കൊച്ച് കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കില്ല. കുട്ടി കരയാതെ ചോദിക്കണം, പൊളൈറ്റ് ആയിട്ട് താഴ്മയോടുകൂടി ചോദിക്കണം. ചോദിക്കുന്ന കാര്യങ്ങൾ ന്യായമായിരിക്കണം, നല്ലതായിരിക്കണം. അപ്പോൾ മാത്രമേ കൊടുക്കുള്ളൂ. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രസകരമാണ്. കുഞ്ഞ് നുണ പറഞ്ഞാൽ അതിന് ശിക്ഷയില്ല. നുണ പറഞ്ഞാൽ കുഞ്ഞിനെ ശിക്ഷിക്കുകയില്ല. പക്ഷെ കുഞ്ഞ് ശിക്ഷിക്കാതിരിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുഞ്ഞ് നുണ പറഞ്ഞിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്ന് ഏറ്റുപറയുന്ന, കൺഫസ് ചെയ്യുന്ന സമയത്ത് അതിന് ശിക്ഷയില്ല. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കാപട്യം അല്ലെങ്കിൽ സൂത്രം അല്ലെങ്കിൽ ഉടായിപ്പ്, പിടിവാശിയായിട്ട് കുട്ടി ശ്രമിച്ചാൽ അത് നടപ്പാകില്ല എന്ന് കുട്ടി എനിക്ക് ബോധ്യം കൊടുക്കുന്നു. നല്ല ശീലങ്ങൾ കുട്ടിക്കുണ്ടെങ്കിൽ എപ്പോഴും അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു, പ്രതിഫലം കൊടുക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ എപ്പോഴും പാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പക്ഷെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ മക്കൾ വലുതായി പോയിട്ടുണ്ടാവാം. പക്ഷെ ചെറുപ്പം മുതല് കുഞ്ഞിനെ ഇങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ, ആ കാലത്ത് കുഞ്ഞിനെ നമുക്ക് പരിശീലിപ്പിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കാതെ വരുന്ന പലപ്പോഴും പ്രശ്നം. ഈ കുഞ്ഞിന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് കുറേ കാലത്തെ നിരന്തരമായ ശീലങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ലൈഫ് ലോങ് ഹാബിറ്റ് പാറ്റേൺ. അപ്പോൾ തുടർച്ചയായിട്ടുള്ള അവന്റെ ശീലങ്ങൾ, അവന്റെ സ്വഭാവം, അതിൽ നിന്നാണ് അവന്റെ ജീവിതം രൂപപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദൗത്യം എന്ന് ചോദിച്ചാൽ, മക്കളെ സത്യത്തിൽ നടത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, സത്യത്തിൽ നടത്താൻ നമുക്ക് സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സഹോദരനുണ്ട്, എന്റെ ഒരു മെന്ററും കൂടിയാണ് അദ്ദേഹം. ഇങ്ങനെ സംസാരിച്ചപ്പോ പറയായിരുന്നു, യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, 3 യോഹന്നാനിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്നാണ് അവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, അവർ വലുതായി അല്ലെങ്കിൽ അവര് മഹാന്മാരായി, അവര് ധാരാളം സമ്പാദിക്കുന്നു, നേടുന്നു. എനിക്ക് നേടാൻ കഴിയാത്തത് ഇന്ന് അവർ നേടുന്നു. എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ഉണ്ട്. നോക്കൂ, സ്നേഹമുള്ള മക്കളാണ്, കഴിവുള്ള മക്കളാണ്, പ്രാപ്തിയുള്ള മക്കളാണ്. എനിക്ക് നേടാൻ കഴിയാത്തത് നേടിയിട്ടുള്ള മക്കളാണ് എന്നുള്ളതല്ല. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് പറയുന്ന യോഹന്നാൻ പക്ഷെ പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്താണ്? എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കാണുന്നത്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അപ്പോൾ ഈ സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ്. സത്യത്തിലേക്ക് അവര് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. പത്രോസിലൊക്കെ വായിക്കുന്ന ഒരു കാര്യം, സത്യത്തിൽ നിലനിൽക്കാത്ത ആള് വിശ്വാസികൾ, അല്ലെങ്കിൽ പരാജയത്തിലേക്ക് പോകുന്ന, പിന്മാറ്റത്തിലേക്ക് പോകുന്ന വിശ്വാസി. അപ്പൊ നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവർ സത്യത്തിൽ വളരണം. അല്ലാത്തവരെ കുറിച്ച് 2 പത്രോസ് 2:22 പറയുന്നത്, സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായ. ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിയുന്ന പന്നി ഇതിന് സമാനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ എപ്പോഴാണ്, പ്രിയപ്പെട്ടവരെ? അപ്പൊ നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുവാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഈ സീരീസിന്റെ പേര് ജീവനും ജീവിതവും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവര്, ജീവൻ നമുക്ക് എത്ര പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആള് ആശുപത്രിയിൽ അപകടം സംഭവിച്ച് ആക്സിഡന്റിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയുകയാണ് 2% സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മള് അത് നോക്കാൻ പറയും. അല്ല, ഇനിയും നല്ല ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന് നാം ശ്രദ്ധിക്കും. ക്യാൻസർ ആയിട്ട് ഒരു ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, നിങ്ങളെ ഇത്രയൊക്കെ തന്നെ ചികിത്സിച്ചാലും ചിലപ്പോൾ 6 മാസം 1 വർഷമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും എന്താണ് പറയുന്നത്? എന്റെ ഉള്ളതെല്ലാം വിറ്റിട്ടായാലും എന്റെ ഈ അച്ചായനെ, എന്റെ ഭാര്യയെ, എന്റെ കുഞ്ഞിനെ ഞാൻ ചികിത്സിക്കും
ഞാൻ ആ കുഞ്ഞിന് ജീവിതം കൊടുക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യും. അപ്പൊ ജീവന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു, ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ മക്കൾ നന്നായി പഠിച്ച് MBBS കിട്ടുന്ന ഒരു കുട്ടിക്ക് പണമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പഠിപ്പിക്കാതിരിക്കുവോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ജീവൻ, ഈ ജീവിതം ഇതിനേക്കാളും വലുതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതിനേക്കാളും പ്രാധാന്യമുള്ള ആ, ആത്മാവിനാണ്. ആ ആത്മാവിന്റെ വില നമ്മൾ കാണുമ്പോഴാണ് സത്യത്തില് നടക്കുക എന്ന് നാം പറയുന്നത്. ഇങ്ങനെ വില കൊടുത്ത് എന്റെ മക്കളെ അവരെ സത്യത്തിൽ നിലനിർത്തണം. പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? സത്യത്തിൽ നിലനിർത്താനായിട്ട് ദൈവമേ നോക്കിക്കൊള്ളണം, അല്ലെങ്കിൽ മൂപ്പൻ ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ സഭ ആ കാര്യം കൈക്കൊള്ളണം, മിഷണറി നോക്കിക്കൊള്ളണം. എന്നിട്ട് എന്റെ കുഞ്ഞ് അവൻ നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു വരുമ്പോ എനിക്ക് എന്റെ മകന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു കൊടുക്കണം. അപ്പൊ തമ്പുരാൻ ഇതൊക്കെ ചെയ്തോളും എന്നാണ് നമ്മൾ പറയുന്നത്. ഞാന് കഷ്ടപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നതാണ്, ഒരുപാട് വില കൊടുത്ത് വന്നതാണ്, ഇനി ബാക്കി കർത്താവ് നോക്കിക്കൊള്ളണം എന്നുള്ള ഒരു നിലപാടാണ് ചിലപ്പോൾ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കുഞ്ഞിനും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്, കുഞ്ഞിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാതാവിന്റെയും പിതാവിന്റെയും തന്നെ ജോലിയാണ് പ്രാഥമികമായിട്ടും. അതിന് നമ്മള് സഭയെ കുറ്റപ്പെടുത്തിയിട്ടോ മൂപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സഭയിലെ പഠിപ്പിക്കുന്നവരെയോ മിഷണറിയോ അല്ലെങ്കിൽ ക്യാമ്പുകള് അതിലെ ക്ലാസ്സുകൾ മോശമായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവിടെയാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്. നമുക്ക് പലപ്പോഴും ലക്ഷ്യമില്ലാതായി പോവാണ്. ഗംഗ നദി ആരംഭിക്കുന്ന സമയത്ത് പരന്നാണ് ഒഴുകുന്നത്, പക്ഷെ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുമ്പോഴേക്കും അതിന് വീതി കുറഞ്ഞു വരികയാണ്. നമുക്ക് ഈ വലിയ ലക്ഷ്യം നമ്മുടെ മക്കളെ കുറിച്ചുണ്ടോ? നമുക്ക് ഒരുപാട് പരന്ന വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ നാം ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ വിഷയം പറയുന്നത് പോലെ ആത്മീയമായിട്ടുള്ള അങ്ങനെ ഒരു മുൻഗണന, അതിനുവേണ്ടി എന്റെ മക്കളെ തയ്യാറാക്കണമെന്നുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയാത്തത്? പലപ്പോഴും നമുക്ക് അവരോടൊപ്പം വേണ്ട സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. അവരെ പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരോടൊപ്പം നമ്മുടെ കുട്ടികളെ തൊട്ടാൽ എങ്ങനെയാണ്? പലപ്പോഴും അവർക്ക് ഇറിറ്റേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു തലോടലും അടുപ്പവും നമ്മുടെ മക്കളോട് നമുക്ക് സാധിച്ചിട്ടില്ല. അവർക്ക് സൗകര്യമുള്ള സമയത്ത് നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഗൾഫിലോ വേറെ ജോലി തിരക്കിലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുടുംബം ഒന്ന് കെട്ടിപ്പടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊരു സുരക്ഷിതത്വം വരുത്താനായിട്ട് ഒരു വീട്, ഒരു കൂര, ഇതിനൊക്കെ ആയിരിക്കും. അതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നാം ചെയ്തത്. പക്ഷെ ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ മുൻപിൽ നമ്മൾ ഹീറോ ആയിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്താണ് നമ്മൾ അവരെ സ്വാധീനിക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമ്മൾ ചിലരുടെയെങ്കിലും കുട്ടികൾ പറയാറില്ലേ, ഈ അപ്പൻ എന്റെ അടുത്ത് വരുന്നത് എന്നോട് ഉടക്കാനാണ്, എന്നോട് ഉടക്കാൻ വേണ്ടി, എന്റെ അടുത്ത് കുറ്റം പറയാനാണ്, എന്റെ പോരായ്മ കണ്ടുപിടിക്കാനാണ്, എന്റെ പരാജയം ചൂണ്ടിക്കാണിക്കാനാണ്. അങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായി, കരച്ചിലായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മക്കളോട് അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ അവരോട് ഇടപെടേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അവരോട് ആനയുടെ പുറത്ത് നമ്മൾ കുനിഞ്ഞു നിന്ന് കയറ്റി കളിപ്പിക്കേണ്ട കാലം ഉണ്ടായിരുന്നു. ഷട്ടിലോ ഫുട്ബോളോ അവരുടെ കളിക്കേണ്ട കാലം ഉണ്ടായിരുന്നു. വളപ്പൊട്ട് കളിക്കാനുണ്ടായിരുന്ന കാലം. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമായിരുന്നു. ഐസ്ക്രീം നമ്മൾ വിളിച്ചോണ്ട് പോകണം, വാ നമുക്ക് കളിക്കാൻ പോവാം, ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാം, നമുക്ക് ഒരു ചെറിയ ടൂറിന് പോവാം, നമുക്ക് പാർക്കിൽ പോവാം, നീന്തൽ പഠിക്കാൻ കൊണ്ടുപോവാം, സൈക്ലിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുപോവാം, ഡ്രൈവിംഗ് പഠിപ്പിക്കാം, നല്ലൊരു മൂവി കാണിക്കാം, നമുക്ക് ഒരുമിച്ചൊരു സ്കിറ്റ് കളിക്കാം, നമുക്ക് ചേർന്ന് കുടുംബത്തിൽ എല്ലാവർക്കും ചേർന്ന് ഒരു ഡാൻസ് ചെയ്യാം. ഈ നിലയിൽ നമുക്ക് പലപ്പോഴും ഒരു അനുഭവമില്ല പ്രിയപ്പെട്ടവരെ. ഇനി ഏതെല്ലാം രീതിയിൽ അത് സാധിച്ചെടുക്കാം, കുട്ടികളോട് എങ്ങനെ നല്ല ബന്ധം നമ്മുടെ പ്രായത്തിനനുസരിച്ച് സാധിച്ചെടുക്കാം എന്ന് നമ്മൾ ഓർക്കണം, നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമുക്ക് കുട്ടിക്കൊരു ബോധ്യം ഉണ്ടാവും. എന്താണത്? എന്റെ അപ്പനും അമ്മയും എന്നോടൊരു കാര്യം പറയുന്നത്, വിളിക്കുന്നത്, മിഠായി വാങ്ങിച്ചു തരാൻ, കളിക്കാൻ പോകാനായിട്ട്, അങ്ങനെ എന്റെ പിതാവ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്റെ നല്ല കാര്യത്തിനാണ്, ഇത് നല്ല കാര്യത്തിനാണ്. അങ്ങനെ ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ കുട്ടീനെ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കാം, അയൽപക്കത്തെ വീട്ടിൽ കൊണ്ടുപോകാം, അയൽക്കാരോട് സംസാരിക്കാം, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ, മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ, ക്യാമ്പിന് കൊണ്ടുപോകാൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ചില പിന്നെ സഹോദരങ്ങള്, മാതാപിതാക്കള് ചെയ്യിക്കുന്നത് നഖം വെട്ട് ശനിയാഴ്ച. അതെന്താണത്? എല്ലാ ശനിയാഴ്ചയാണ് നഖം വെട്ടുന്നത്. ചർച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ. ബ്രഷ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ടൂത്ത് ബ്രഷ് എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കും, ബട്ടൺ ഇട്ട് ശീലിക്കുന്നു. കൊച്ചിന്റെ പ്രായം അനുസരിച്ച് മുഖത്ത് കൊച്ചിന് കുരു വരുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെ ഒഴിവാക്കാൻ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. മുഖം വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഭാവിയിൽ അത് മുഖം ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ തിരുമ്മുക, അങ്ങനെ മസാജ് ചെയ്യുക. കുട്ടികൾക്ക് എന്ത് താല്പര്യമുള്ള വിഷയങ്ങളാ. അങ്ങനെ പറഞ്ഞ് കുട്ടീനെ പല കാര്യങ്ങളും പഠിപ്പിച്ച് എന്നും അറിയാം. ചില മാതാപിതാക്കൾ കുട്ടിയോട് പറയുന്നു, നിന്റെ സ്വകാര്യ ഭാഗങ്ങൾ, പ്രൈവറ്റ് പാർട്സ് വൃത്തിയാക്കാൻ മാത്രമാണ് നീ അതിൽ സ്പർശിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കുട്ടികളെ പടിപടിയായിട്ട് അവരെ സ്വാധീനിച്ച് അവരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. പലപ്പോഴും സാധിച്ചില്ല. ഇനിയാണെങ്കിൽ നമുക്കത് സാധിക്കണം. ഇങ്ങനെ പടിപടിയായിട്ട് പല കാര്യങ്ങളോട് കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ജീവിത വീക്ഷണവും ബോധ്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. മക്കള് വിജയിച്ചില്ലെങ്കിൽ, അല്ലെ, മക്കളെ ആത്മീയ ബോധ്യം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആത്മീയമായിട്ടുള്ള അവരുടെ പ്രയോറിറ്റി ശരിയായില്ലെങ്കിൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മക്കള് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അവരൊത്തിരി കാശുണ്ടായിരിക്കാം, നല്ല സാഹിബിന് ഇംഗ്ലീഷ് പറയുന്നുണ്ടാവാം, വിദേശത്ത് അവർ വിജയികളാണെന്ന് ലോകം സമ്മതിച്ചേക്കാം. പക്ഷേ സങ്കീർത്തനം 127, 128 വായിക്കുമ്പോൾ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അത് മുഴുവൻ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്? നേരത്തെ പറ്റി ചിന്തിച്ചല്ലോ. മക്കളെ ദൈവത്തിന്റെ വഴിയിൽ അവരെ വളർത്തണം, നേരായ വഴിയിൽ അവരെ യോദ്ധാക്കളായിട്ട് നാം ആത്മീക മൂല്യങ്ങൾ കൊടുത്തും കൊണ്ട് അവരെ വളർത്തി കഴിയുമ്പോൾ, അവരെ നാം വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നാം പിതാക്കന്മാർ അശക്തരായി തീരുമ്പോൾ, നമ്മുടെ ഡിഫൻഡേഴ്സ് ആയിട്ട്, യോദ്ധാക്കളായിട്ട് അവർ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. അത് ആത്മീയ വിഷയത്തിൽ മാത്രമല്ല, ഭൗതിക വിഷയത്തിൽ മാത്രമല്ല, എല്ലാ നിലയിലും അവർ അനുഗ്രഹമായി തീരുകയാണ്. 128 അവസാന ഭാഗത്തൊക്കെ വരുമ്പോൾ അവിടെ ഒലിവിനെ കുറിച്ച് പറയുന്നു. ഒലിവ് വൃക്ഷം നമുക്കറിയാം ഇസ്രായേലിന്റെ ദേശീയ വൃക്ഷമാണ്. അപ്പോൾ തലമുറകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ പിതാവായ ഞാൻ എന്റെ മക്കളെ അവരെ ആത്മീയ വഴിയിൽ, ബോധ്യങ്ങളിൽ നടത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഗ്രഹം ഭൗതികവും പൊതുവായതും ആത്മീകവും എല്ലാമാണ്. എല്ലാ അനുഗ്രഹങ്ങളും അതിൽ കൂടി വരുന്നു. ഭൗതിക നന്മ കൊടുത്തിട്ട് കുട്ടിയുടെ അടുത്തുനിന്ന് ആത്മീക അനുഗ്രഹം നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്റെ മക്കൾക്ക് ഞാൻ ഇത് ചെയ്യുമ്പോൾ തലമുറകൾക്കാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനാണ് അതിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, അപ്പനെ വിളിച്ച എല്ലാവർക്കും അവിടെ നോവും, അല്ലെങ്കിൽ തിരിച്ചടിക്കും. അപ്പനെ വിളിച്ചാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയില്ല. അതുപോലെ തന്നെ പിന്നെ ധൈര്യമുള്ള നിന്റെ അപ്പനെ കൂടെ ഒന്ന് തുടര എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷെ ഇന്ന് അത്രത്തോളം ഇല്ല എന്ന് തോന്നുന്നു. എന്താണ് അതിന്റെ കാര്യം എന്ന് നമുക്ക് ശ്രദ്ധിക്കുന്നു. ആത്മീക ആയുധങ്ങളും മൂല്യങ്ങളും നമ്മുടെ മക്കൾക്ക് ധാരാളം കൊടുക്കുവാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഓർക്കുക, മക്കളെ ഇങ്ങനെ ആത്മീക മൂല്യങ്ങളിൽ, ആത്മീക മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അതൊരു പദവിയാണ്. പ്രിയപ്പെട്ടവര്, അവിശ്വാസികളായിട്ടുള്ള സെലിബ്രിറ്റീസ് പോലും പറയുന്നത് എന്താണ്? ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞുണ്ടായ സമയത്ത്, അപ്പനായ സമയത്താണ്, അമ്മയായ സമയത്താണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മക്കൾ, നേരത്തെ യോഹന്നാൻ 3 നമ്മൾ കണ്ടതുപോലെ, അവര് സത്യത്തിൽ അവര് നടക്കുന്നു, അത് കേൾക്കുന്നത്, അത് കാണുന്നത് എത്ര വലിയ സന്തോഷം. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കണം നമ്മുടെ മക്കളെ കുറിച്ച്. അവർ നല്ല വിശ്വാസികളായിട്ട് ജീവിക്കുന്നു, സഭയ്ക്ക് പ്രയോജനമുള്ള, സമൂഹത്തിന് പ്രയോജനമുള്ള നല്ല മക്കളാണ് അവർ കേൾക്കുന്നത്. എത്ര വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടത്. നമുക്കറിയാം, ആദാം മുതൽ ഇന്ന് വരെ ഈ ഒരു പ്രമാണം ലോകത്തിൽ ചില പിതാക്കന്മാർ പാലിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഈ ലോകത്തിന് അല്പം വെളിച്ചവും ഉപ്പും ഒക്കെ ഉള്ളത് ഇങ്ങനെയുള്ള ചില മാതാപിതാക്കൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. അല്ല, കുട്ടികൾ അവരെ ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് അനാർക്കിയാണ്, അരാജകത്വമാണ്. അതാണ് നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അവസാനത്തെ വാക്യം അതാണ്. എന്ത് വലിയൊരു ട്രാജഡിയാണ്. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അവിടെ രാജാക്കന്മാർ, അധികാരികളില്ലായിരുന്നു. ഇന്നിപ്പോ എന്താണ് പറയുന്നത്? എല്ലാം സത്യമാണ്, ആരോടും കണക്ക് കൊടുക്കേണ്ട എന്ന് വരുമ്പോൾ എന്താണ് ലോകത്തിന് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ട്രാജഡിയാണ് അവിടെ വരുന്നത്. അവിടെ അന്ധകാരമാണ് വരുന്നത്. നിയമങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെ, വാഹനാപകടവും ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുന്നു ഒക്കെ എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ പറയുന്ന വചനത്തിലെ കാര്യങ്ങളൊക്കെ നന്മയ്ക്കാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനത്തെ വാക്യം അത് ഒരു
ഒരു വലിയ സങ്കടകരമായ കാര്യമാണ്. എങ്കിലും ദൈവമില്ലാത്ത സമൂഹത്തിൽ ദൈവത്തിന്റെ ജനത്തോട് ചേർന്ന് വരുവാൻ 10 തലമുറ അകലത്ത് നിൽക്കേണ്ടിയ ആ ഗ്രൂപ്പിൽപ്പെട്ട രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവൾ മുന്നോട്ട് വന്നപ്പോൾ, അവൾക്ക് ഈ ബോധ്യം കിട്ടിയപ്പോൾ കർത്താവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുന്നു, അവൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആളായി തീരും. ഇന്ന് നമ്മുടെ മക്കൾ പറയുന്നില്ലേ, ഞാൻ വലുതായി, എനിക്ക് വോട്ടായി, എനിക്ക് 18ആയി. മാതാപിതാക്കൾക്ക് തോന്നുകയാണ്, ഇത് എന്നെക്കാൾ എന്തെല്ലാം കാര്യം അവനറിയാം, അവൾക്കറിയാം, എന്നെക്കാളും മിടുക്കനാണ്. പക്ഷേ കുഞ്ഞിന് മിടുക്ക് കുറഞ്ഞൊരു സമയത്ത് നമുക്ക് അവരെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയും വൈകിട്ടില്ല പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയില്ല, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ബോധ്യങ്ങളും വീക്ഷണങ്ങളും കൊടുക്കാം. മൂന്നാമത് നാം ചിന്തിക്കുന്നതാണ്, നല്ല ലോകവീക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും, അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തോട് ചേർന്ന് നടക്കാൻ, ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവം അവരുടെ ചിത്രത്തിലുണ്ടാകും. അവരുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവും ഒക്കെ ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞു, വീണ്ടും അതിനെക്കുറിച്ച് സമയം കിട്ടിയാൽ പറയാം. അപ്പോൾ ദൈവം ചിത്രത്തിൽ വേണം. ദൈവത്തെ ചേർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഒരു കുഞ്ഞിന് പറയാൻ സാധിക്കണം, ഞാൻ എന്റെ ശരീരം എന്ന് പറഞ്ഞത് എന്റെ അല്ല, ഇത് ദൈവത്തിന്റെയാണ്, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ വകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പലരും പറയുന്നത്, എനിക്കോ പലതും സാധിച്ചില്ല, എന്റെ കുഞ്ഞിൽ കൂടെ എങ്കിലും എനിക്ക് ഒരു ഡോക്ടറെ കാണണം, എന്നാ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണണം, അവനും മിടുക്കനായി തീരണം, അവൻ വിദേശത്ത് പോകണം, എനിക്ക് ഒത്തിരി ആഗ്രഹിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റില്ല. നമ്മുടെ മുൻഗണനയും മൂല്യങ്ങളും എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മുൻഗണന എന്താണ്? ഞാൻ പറയട്ടെ, 139 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നാം വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു ചിത്രം കാണുന്നു. സർവജ്ഞാനിയായ, സർവശക്തനായ, സർവസാന്നിധ്യമുള്ള ഒരു ദൈവം. ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ നാം ബോധിപ്പിച്ചു കൊടുത്താൽ, അവർക്ക് ആ ബോധ്യം കൊടുത്താൽ, അവരുടെ മനസ്സിൽ അത് ഉറച്ചാൽ, നമുക്ക് എന്ത് വലിയ ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെ അവർക്ക് ആ ബോധ്യം ഉണ്ടാവും? അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് നാം ജീവിക്കണം. മാതാവ്, പിതാവ്, നമ്മൾ ജീവിക്കുന്നത് സർവ സാന്നിധ്യമുള്ള ദൈവം, ഞാൻ എന്ത് ചെയ്യുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം, എന്നോട് ന്യായവിധി കൽപ്പിക്കാനായിട്ട് പോകുന്ന സർവശക്തനായിട്ടുള്ള ദൈവമുണ്ട്. ഈ ഒരു ചിന്തയോടുകൂടെ ദൈവം എന്നെ കുറിച്ച്, ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ച് എനിക്ക് ഒരു കാര്യവും സാധിക്കില്ല എന്നുള്ള ചിന്തയോടെ മാതാപിതാക്കൾ ജീവിക്കുന്നുവെങ്കിൽ, അത് കണ്ട് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞ് ലോകത്തിന്റെ ഏത് രാജ്യത്തും പോകട്ടെ, ഏത് ഭൂഖണ്ഡത്തിലും പോകട്ടെ, ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ അവന് അടക്കി വാഴട്ടെ, എവിടെ പോയി കഴിഞ്ഞാലും അവന് ചെയ്യാൻ ചിലത് ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ബോധ്യം നമ്മുടെ മക്കൾക്ക് ആ നിലയ്ക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് പരീക്ഷയും പ്രലോഭനവും വരുമ്പോൾ അതിനെ വിജയിക്കാൻ നമ്മൾ അവര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 139 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ ഭാഗത്ത് എന്താണ് ദാവീദ് പറയുന്നത്? താൻ തന്നെ പരിശോധിച്ചു, ഇങ്ങനെയുള്ള ദൈവത്തിന് മുൻപാകെ പരിശോധിച്ചിട്ട് തന്റെ ജീവിതത്തിൽ കുറവുകൾ കാണുന്നില്ല, എന്നിട്ടും പറയണം, എന്നെ പരീക്ഷിക്കണം, എന്നെ ശോധന ചെയ്യണം, അതിനുശേഷം ശാശ്വതമാർഗത്തിൽ അവിടെ നോക്കണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ. എന്റെ ജീവിതത്തിൽ പഴയ കാല പാപങ്ങളും എന്റെ പ്രലോഭനങ്ങളും പരാജയങ്ങളും വല്ലതും വന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കണം കർത്താവ്. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, സഹായിക്കണം. ദാവീദിന്റെ പ്രാർത്ഥന ആ നിലയിൽ. അപ്പനും വീണുപോയി, എനിക്കിങ്ങനെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്, അത് സമ്മതിച്ച എന്റെ അപ്പൻ അതിനെ അതിജീവിച്ചു, ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നു, ഇന്ന് എന്റെ അപ്പൻ അതിനെ വിജയിച്ചു എന്നുള്ളത് എന്റെ മകൻ കാണാൻ ഇടയാകണം. അവിടെയാണ് വിജയിക്കുന്ന മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത്, ഈ ബൈബിള്, നമ്മുടെ കുടുംബാരാധനയ്ക്ക് വന്ന് ബൈബിള് വായിച്ചു, അതിലെ കാര്യം പറഞ്ഞ് പിരിഞ്ഞുവല്ല. അതാണ് പറയുന്നത് ലോകവീക്ഷണം. ഇത് ജീവിതത്തിലെ ഓരോ കാര്യമായിട്ട് ഇത് ബന്ധപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. എന്റെ കൊച്ചിനോട്, എന്റെ പെൺകുട്ടിയോട്, മകളോട് ഐ ലവ് യു എന്നൊരാൾ പറഞ്ഞാൽ, ബസ്സിൽ ഒരാൾ സ്പർശിച്ചാൽ, നമ്മൾ അതിനെ വിശദീകരിച്ചു കൊടുക്കണം, അതിന് മറുപടി കൊടുക്കണം, നമുക്ക് അതിനെ സാധിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് വീട്ടിൽ നിന്ന് പറയാനുള്ള അടുപ്പവും ബന്ധവും നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ന്യൂസ് പേപ്പറിലെ വാർത്തകള് ഒരുമിച്ചിട്ട് നമ്മൾ വായിക്കണം, വ്യാഖ്യാനിച്ചു കൊടുക്കണം. ബൈബിളില് നാം ഒരുമിച്ച് വായിക്കുമ്പോൾ, ഈ കുടുംബാരാധന സമയത്ത് വ്യഭിചാരം, ദുർനടപ്പ്, സ്വർഗരതി, ഇതൊക്കെ നമ്മൾ ബൈബിളിലെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ
അതിനൊക്കെ നമ്മൾ പ്രായത്തിനനുസരിച്ച് മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങൾ, അത് സമൂഹത്തിൽ അവിശ്വാസികളുടെ മധ്യത്തിലായിക്കോട്ടെ, വിശ്വാസികളുടെ സഭയിലായിക്കോട്ടെ, അല്ല സഭയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളുടെ തമ്മിലുള്ള ഒരു സഭയുടെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇതിനെയൊക്കെ വിശദീകരിക്കാനും ആ വിശദീകരണത്തിന്റെ ഒടുവിൽ ചില പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും, സ്വന്തം തെറ്റുകൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അത് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാനും, ആരും വീഴും എന്നാൽ എഴുന്നേറ്റ് നടക്കും എന്നുള്ള ധൈര്യം കൊടുക്കാനും നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. മരണം എന്നുള്ള വിഷയത്തെക്കുറിച്ച്, ജീവിത വീക്ഷണത്തെക്കുറിച്ച് പറയുന്നത്, മരണം എന്നുള്ള വിഷയം കൂടെ കൂടെ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ചാ വിഷയമാവണം പ്രിയപ്പെട്ടവരെ. വേറൊന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കുകയല്ല, അതൊരു പ്രധാന വിഷയമാണ്. അപ്പന്റെ ഡെഡ് ബോഡി ഇവിടെ കിടക്കുന്ന ആ ഒരു ദിവസം ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പറയണം. കുട്ടികൾക്ക് ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കണം. അവരങ്ങനെ ജീവിതത്തിലെ സത്യങ്ങൾ അവർ മനസ്സിലാക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. ബൈബിളിലെ മൂല്യങ്ങൾക്കും സത്യങ്ങൾക്കും വേണ്ടി നമ്മൾ മക്കളുടെ മുൻപിൽ ബൈബിൾ ക്ലാസ് എടുത്താൽ, വാദിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ എത്ര ബൈബിൾ സ്റ്റഡി നടത്തി, ഈ ബൈബിളിലെ സത്യങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി അപ്പനും അമ്മയും നിലകൊള്ളുമെന്ന് എത്ര നിങ്ങൾ ശക്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിന്നാലും അതുവഴി മക്കൾക്ക് ഒരു ദോഷവും വരില്ല. അവര് അല്പം ഒരുപക്ഷെ ഈ ബൈബിളിനെ ഒരുപക്ഷെ അവര് ഒരു ഇടക്കാലത്ത് ഒരുപക്ഷെ മടുപ്പ് അവർക്ക് തോന്നിയാലും അവര് മടങ്ങി വരും. ഈ സത്യങ്ങൾക്കും ഈ മൂല്യങ്ങൾക്കും വേണ്ടി നമ്മൾ നിൽക്കണം. ചില സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചില പറയും കുടുംബത്തിലെ ഐക്യത്തിന് വേണ്ടിയിട്ട്, അല്ലെ, ചില കുടുംബാംഗങ്ങളിലെ ഒരാൾ തെറ്റ് നമ്മൾ അങ്ങ് കണ്ണടയ്ക്കുന്നു. പാടില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ പേരിൽ കുടുംബത്തിൽ ഇച്ചിരി അനൈക്യം ഉണ്ടാവട്ടെ, പക്ഷെ ക്വാളിറ്റിയുള്ള മക്കള് നമുക്ക് ഉണ്ടാവണമെങ്കിൽ, അപ്പനാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ, അമ്മയാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ, മൂത്ത മകനാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ, ബൈബിളിൽ അനുസരിച്ചുള്ള ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റ്, അതിന് കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. മക്കളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊള്ളണം, അവരുടെ കൂടെ ഇരിക്കണം, കുഞ്ഞുങ്ങളോട് പറയണം. സമയമില്ലാത്തതുകൊണ്ടും ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഓരോ കാര്യവും ആദ്യം പ്രാർത്ഥിക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കണം, ആദ്യം പഠിക്കണം, കൊയ്റ്റം എടുക്കണം, അതിനുശേഷം നമുക്ക് പുറത്തൊരു ഉല്ലാസം. ഉണ്ടായൊരു സംഭവം പറഞ്ഞ ചൊവ്വ കാണാൻ, സൂര്യഗ്രഹണം എന്തോ ഒന്നായിരുന്നു. അപ്പോ കുട്ടി പറഞ്ഞു ആദ്യം അത് കാണാം, അതിനുശേഷം പഠിക്കാം. ഇതാ പറഞ്ഞല്ല, പഠിക്കാം, പ്രാർത്ഥിക്കാം, അതിനുശേഷം നമ്മൾ ഈ കാര്യം ചെയ്താൽ പ്രത്യേക രസമായിരിക്കും, പ്രത്യേക സന്തോഷമായിരിക്കും. കുട്ടി അത് വിശ്വസിച്ചു. അങ്ങനെ ചെയ്തപ്പോ കൊച്ചു അവസാനം പറഞ്ഞു, എനിക്കൊരു പ്രത്യേക രസവും സന്തോഷമായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് കൊയ്റ്റൈം എടുത്തു കഴിഞ്ഞ് എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവര്, ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ കൂടെ ഇവർക്ക് ചില ബോധ്യങ്ങൾ നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. പിശുക്കുള്ളവരുണ്ട്, ധാരാളിത്തമുള്ളവരുണ്ട്. അപ്പൊ കടം വാങ്ങിച്ച് കുശാലായി ജീവിച്ച് പിന്നെ ആളുകളെ ഒത്തിരി സഹായിച്ച് അങ്ങനെ ഞെരുങ്ങി ജീവിച്ചു, പിന്നെ ഞെരുങ്ങി ജീവിക്കുന്നു അല്ല, ഉള്ളത് കൊണ്ട് ശ്രദ്ധയോടെ ജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് അല്ലെങ്കിൽ സാക്രിഫിഷ്യലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അധ്വാനിച്ച് ധാരാളം നേടുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പാറ്റേൺ നമ്മുടെ മക്കൾക്ക് കാണാൻ നമ്മുടെ ജീവിതത്തിലൂടെ സാധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വാല്യൂ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ. രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ എത്രത്തോളം അനുസരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മൂല്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ശീലിപ്പിക്കുമ്പോഴാണ് മക്കൾക്ക് ഈ നമ്മൾ വിചാരിക്കുന്ന ചുമ്മാ ബൈബിള് കുറെ വായിച്ചു പഠിച്ചു കുറെ ക്ലാസ് കേട്ടു അതുകൊണ്ട് പറ്റില്ല പ്രിയപ്പെട്ടവരെ. നമ്മള് കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ, ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ സഹായിക്കും. രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിക്കുക, അധികാരികളെ ബഹുമാനിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെ 18 വയസ്സാകാത്ത കുട്ടികള് ബൈക്ക് ഓടിക്കുന്നു. നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് എടുക്കാൻ, രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയും സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ അവിശ്വാസികളായിട്ടുള്ള ആളുകള് എത്ര സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എന്താ കാരണം? ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ചില തലമുറകൾ അവിടെ ജീവിച്ചു പോന്നു. അവരുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ പുതിയ തലമുറയാണ്, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ക്രിസ്തീയ മൂല്യങ്ങൾ അവരെ മുറുകെ പിടിക്കുന്നു. ആ ഒരു പാരമ്പര്യം അവർക്കുള്ളത് കൊണ്ട് ഇത് കാണുന്ന പുറത്തുള്ള അവിശ്വാസികൾ പറയുന്നത് എന്താണ്? അവിശ്വാസികളാണെങ്കിൽ കണ്ടോ, ആ രാജ്യത്തുള്ളവർ നല്ല ആളുകളാണ്. പ്രിയപ്പെട്ടവര്, നമുക്ക് നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ കഴിയുന്നത് അവരെ നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ടാക്സ് കൊടുക്കാൻ പഠിപ്പിക്കുക, എറ്റിക്വറ്റ്സ് പഠിപ്പിക്കുക, സാമാന്യ മര്യാദകൾ പഠിപ്പിക്കുക. ഫോൺ എടുത്താൽ എങ്ങനെ, കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം. നമ്മൾ എത്രയാള് ചിലരോട് അറിയില്ലാത്തതുകൊണ്ടാണ്, പഠിപ്പിച്ചു കൊടുക്കണം നമ്മള്.
ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് സാറിന് പറയാണ്ട് കട്ട് ചെയ്യാണ്. അപ്പം നമ്മളത് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി ജോലി ചെയ്യേണ്ട സാറിന് സമയം കളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യമില്ലാതെ പറയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ്. ചിലരങ്ങനെയാണ്, ഒരുപാട് ആവശ്യമില്ലാതെ സംസാരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. വാക്ക് പാലിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കത് സാധിക്കും പ്രിയപ്പെട്ടവരെ. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് എന്റെ മനസ്സിലൊന്നും പറയുന്നില്ല. പൂവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില കുട്ടികൾ അങ്ങനെ ചെയ്തു. അവർ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവര് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നു. വീടിനടുത്ത് അതേ ജോലി പിന്നീട് കിട്ടി. അപ്പുറത്ത് പോയി കഴിഞ്ഞാല് ഈ 1.5 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലും എടുത്തോളൂ. പക്ഷെ ആ കുട്ടി പറയാനില്ല, ഞാൻ വാക്ക് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവര്, നമുക്ക് എത്രത്തോളം ഇത് സാധിക്കുന്നു? ഞാൻ നോക്കാറുണ്ട് നമ്മുടെ കുട്ടികള് പലപ്പോഴും ഞാൻ ഒരു വീട്ടില് ഞങ്ങള് പ്രാർത്ഥനായോഗം കഴിഞ്ഞ് ഞങ്ങളുടെ സഭയിലല്ല, മറ്റൊരു സഭയിൽ, ഞങ്ങളുടെ സഭയിൽ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ കൈ കഴുകാനായിട്ട് നിന്നിട്ട് സാധിച്ചില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ കുട്ടികൾ അങ്ങോട്ട് തിരക്ക് കൂട്ടിയിട്ടേ കൈ കഴുകാനായിട്ട് ഇടിച്ച് മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഓരോ ചെറിയ കാര്യം, ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളത് പഠിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദ്യകാല തലമുറയിൽ അങ്ങനെ അനേക വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവര് സത്യത്തിന് വേണ്ടി നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? നല്ല മക്കളെ കിട്ടണം. ഒരുപക്ഷെ നമ്മൾ ഭയത്തോടുകൂടെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അംഗവൈകല്യമൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കിട്ടണം എന്നതാണ് നമ്മൾ ഒരുപക്ഷെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ കുഞ്ഞ് ഒരു നല്ല ഭക്തനായിട്ട് വളരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത കാലത്ത് ഞാൻ ഒരു ചെറിയ കുട്ടിയോട് വലുതാകുമ്പോൾ ആരാകാൻ ചോദിച്ചപ്പോൾ ഒറ്റ കുട്ടിയെ പറഞ്ഞു, എൽഡർ ആവണം, വേലക്കാരനാവണം, മിഷണറി ഡോക്ടർ ആവണം എന്നൊക്കെ ചിലർക്ക് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആത്മീയം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കാണാത്തത്? നമ്മുടെ മകൻ ഫുൾ ടൈം വർക്കായിട്ട് പോകാൻ നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷെ അവനെ നമ്മൾ എത്രത്തോളം അവനെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഇത് ഭൗതികവും ആത്മീയവും രണ്ടായിട്ടല്ല. അങ്ങനെയാണ് നമ്മൾ പണ്ടേ പള്ളി വിട്ട് ചർച്ചിൽ വന്നു എന്നുള്ളതായി പോകും. അവിടെ എന്താണ്, ഞാൻ ഇന്ന് കുമ്പസാരിച്ച് കുർബാനയായിക്കൊണ്ടാണ്, എനിക്കിത് പാടില്ല. 2 ദിവസം കഴിയുമ്പോൾ അവൻ പിന്നെയും അവന്റെ പഴയ വഴിയിൽ പോവുകയാണ്. നമ്മളെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? നമ്മളെ ബൈബിൾ ക്ലാസ് ഉള്ള ദിവസവും ഞായറാഴ്ചയും മാത്രമാണോ നമ്മുടെ ഈ ഭക്തി? അതോ നമുക്ക് 24/7 എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വരണം, എപ്പോഴും ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ഉണ്ടാകണം. ഈ ഒരു സമഗ്രത നമുക്കുണ്ടോ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. വിധവമാരെ അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നത്, പിന്നെ ലോകത്താലുള്ള കളങ്കം ഇല്ലാതെ തന്നെ സൂക്ഷിക്കുന്നു. അപ്പൊ ഇത് രണ്ടുമാണ്. വിശുദ്ധിയും വേണം, നമ്മുടെ സൽപ്രവൃത്തിയും വേണം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഭക്തി. ഈ ഭക്തി എത്ര കൂടിയാലും, ക്രിസ്തീയ ഭക്തി എത്ര കൂടിയാലും, എത്ര ആത്മീയമായിട്ടുള്ള ബോധ്യങ്ങളും മുൻഗണനകളും എത്ര വർദ്ധിച്ച് ക്രിസ്തീയ ഭക്തി കൂടി പോയാല് ചില വിശ്വാസങ്ങളിൽ കാണുന്നത് പോലെ അവര് മത തീവ്രവാദികളാകുകയില്ല, അവര് ദുഷ്ടന്മാരായി തീരുകയില്ല, അവര് ഒരിക്കലും സമൂഹത്തിനോ സഭയ്ക്കോ വീട്ടുകാർക്കോ ഒരിക്കലും ബാധ്യതയായി തീരുകയില്ല. നന്മയെ അവർ കൊണ്ടുവരികയുള്ളൂ. നമ്മൾ ഓർക്കണം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ, എന്റെ മകനെ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ആ വിശ്വാസം മാത്രം പോരാ. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണോ, പിശാചുക്കളും വിശ്വസിക്കുന്നു ഏക ദൈവം എന്നുള്ളത്. അത് വീണ ദൂതന്മാരും അത് വിശ്വസിച്ചു. പോരാ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് സറണ്ടറാണ്. നമ്മുടെ മക്കൾ തന്നെ ഏൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് കുറെ അത്ഭുതമൊക്കെ ചെയ്തു. വളരെ വിപ്ലവകാരിയെ പോലെ അവിടെ താൻ ദേവാലയത്തിൽ നിന്ന് ഈ വാണിഭക്കാരെ എല്ലാം അയച്ചു. അതിനുശേഷം കർത്താവിന്റെ അത്ഭുതം കണ്ടിട്ട് ചിലര് തന്നെ സമീപിച്ചപ്പോൾ കർത്താവ് അവൻ തന്നെ വിശ്വസിച്ച് അവരെ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അപ്പം വിശ്വസിച്ച് വന്ന ആളുകളാണെങ്കിലും അവരിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പിതാവിനാണ്. അപ്പൊ വിശ്വാസി വിശ്വസിച്ചു എന്ന് പറയുകയും അവൻ വിശ്വസിച്ചേൽപ്പിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ മക്കൾ ആ സറണ്ടർ ചെയ്യുക, ഏൽപ്പിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് അവര് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം.
ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. നല്ല ബോധ്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് നമ്മുടെ മക്കളെ ഫുൾ ടൈം വർക്കിലേക്ക് വിടാം, അവർക്ക് വിളിയില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഉൾവിളി അവനുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കാണ് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഒരു ഒരു ഭയങ്കര സമർപ്പണമുള്ള മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളെല്ലാം മാർക്സിസ്റ്റ് വിശ്വാസമുള്ള അനുഭാവികളാക്കി തീർന്നത് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം എന്തായിരുന്നു ചെയ്യുന്നത്? കുട്ടികൾക്ക് ഈ മാർക്സിസമാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്താൻ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളും, ലോകത്തിലെ ഓരോ പ്രശ്നങ്ങളും, പത്രത്തിൽ കാണുന്ന, ലോകത്തിൽ കാണുന്ന എല്ലാ പ്രതിസന്ധികളും മാർക്സിസ്റ്റ് വ്യൂവിൽ അദ്ദേഹം വ്യാഖ്യാനിക്കാനോട് ശ്രമിക്കും. എല്ലാം സാധിച്ചൊന്നും വരില്ല. പാപത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധിക്കില്ല. പക്ഷെ ആവോളം അദ്ദേഹം ശ്രമിച്ച് മക്കളെയൊക്കെ നല്ല മാർക്സിസ്റ്റുകാരാക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് എത്രത്തോളം സാധിക്കുന്നു? നമുക്ക് കുട്ടികൾക്ക് ബോധ്യം കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടല്ല, ഏറ്റവും വലുത് ഭൗതികമല്ല, ആത്മീയമാണ്. നല്ല ഭാര്യയായിട്ട്, നല്ല അമ്മയായിട്ട് ഇരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയും, പക്ഷെ ചിലപ്പോൾ കുഞ്ഞിന് ഒരു 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 നല്ല ജോലിയുടെ ഒരു അവസരം വരുന്നു. അപ്പൊ കുഞ്ഞു പറയുന്നില്ല, എനിക്കത് വേണ്ട, അപ്പൊ എന്നെ പഠിപ്പിച്ചത് നല്ല ഭാര്യയായിരിക്കാനും സഹോദരിയായിരിക്കാനും അമ്മയായിരിക്കാനും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ചഞ്ചലിപ്പ്. അല്പകാലത്തേക്കായാലും അകന്നിരുന്നാൽ കുഴപ്പമില്ല, വിദേശത്തൊരാള് സ്വദേശത്തൊരാള്, അപ്പൊ നമ്മളൊരിക്കൽ പഠിപ്പിച്ചു തന്നാണ്. ഇതിന് ഈ മൂല്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുമോ? വിദേശത്ത് പോയാൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയും. നമ്മുടെ മനസ്സിൽ എന്താണ്? ഇപ്പോ ബേബി സിറ്റിംഗ് വലിയ ജോലിയാണ്, സ്കൂളിൽ പഠിപ്പിച്ചാൽ, ക്രഷിൽ പഠിപ്പിച്ചാൽ നല്ല ജോലിയാണ്. പക്ഷെ സ്വന്തം കുഞ്ഞിനെ അമ്മ നോക്കിയാൽ, അല്ലെ, നമ്മുടെ സമൂഹത്തിൽ അതിനൊരു മാന്യത ലഭിക്കാത്തത് പോലെ എത്രയോ നമ്മുടെ സഹോദരന്മാർ പോലും ഈ ജോലി ഒന്നും ചെയ്യുന്നില്ലേ, ആ കൊച്ചു അത്രയും പഠിച്ചിട്ട്, ആ കൊച്ച് അങ്ങനെ പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ട്, അയ്യോ അതെന്താ ചെയ്യാത്തതെന്നാണ്. അപ്പൊ നമ്മുടെ മൂല്യങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ മക്കളെ നാം എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് പഠിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കൾ യൂണിവേഴ്സിറ്റി പഠിക്കണോ അതോ സെമിനാരിൽ പോയി പഠിക്കണമോ? നമ്മൾ എത്രത്തോളം ഉത്സാഹിപ്പിക്കും? ഓർക്കണം, ഇന്നത്തെ വലിയ യൂണിവേഴ്സിറ്റികളെല്ലാം ഒരു കാലത്ത് സെമിനാരികളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏറ്റവും വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മക്കളെ ഓർത്ത് എന്താണ് നമ്മൾ കരയുന്നത്? അയ്യോ, അവൻ അതില്ലല്ലോ, ഇതായില്ലല്ലോ, ഇന്ന നിലയിൽ എത്തിയില്ലല്ലോ, ഇന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ എന്തിനോർത്ത് കരയുന്നത്? മക്കളെ ഓർത്ത്, ഏത് വിഷയത്തെ ഓർത്ത് കരയുന്നത്? അല്ല, ഇയ്യോബിനെ പോലെ 1-ാം അധ്യായത്തിൽ എന്റെ മക്കൾ പാപം ചെയ്തു പോയിട്ടല്ല, ചെയ്തും പോയിരിക്കുമോ എന്ന് ഓർത്ത് റെഗുലറായിട്ട്, അല്ലെ, ആ കുടുംബത്തിന്റെ പ്രീസ്റ്റ് ആയിക്കൊണ്ട്, ആ കാലത്ത് അങ്ങനെയാണല്ലോ, നമുക്കും അങ്ങനെ ആ ഒരു പൗരോഹിത്യ ധർമ്മമില്ലേ പിതാക്കന്മാർക്ക്? നമ്മുടെ മക്കൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് എന്റെ കുഞ്ഞിന് വേണ്ടി റെഗുലറായിട്ട് തെറ്റിപ്പോയിട്ടുണ്ടാകുമോ, പാപത്തിൽ വീണ് പോയിട്ടുണ്ടാകുമോ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കരയുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എനിക്ക് അങ്ങനെയുള്ള ഒരു സഹോദരനെ അറിയാം. ആഴ്ചയിലെ ഓരോ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? എന്റെ കുഞ്ഞുങ്ങൾ ഞായറാഴ്ച സഭായുഗത്തിൽ ശ്രദ്ധയോടെ ഇരിക്കണം. ആ കുഞ്ഞുങ്ങൾ നന്നായിട്ടിരുന്നു. ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മാതാപിതാക്കൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. എത്ര വലിയൊരു നന്മയാണല്ലേ! നമുക്കതിന് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ വരട്ടെ. ചെറിയ അനുഭവത്തിൽ നിന്നും കൂടെയാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് നമ്മുടെ മക്കൾ കാണുകയും ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് ഈ മക്കൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ എന്ത് ആത്മീയ സന്ദേശമാണ്, ആത്മീയ ബോധ്യങ്ങളാണ്, എന്ത് ലോകവീക്ഷണമാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ആവശ്യം? നമുക്ക് എല്ലാവർക്കും സാധിക്കും. കർത്താവിനെ നാം വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ, എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ സാധിച്ചൊന്നും വരില്ല. സൂക്ഷിച്ചോടിച്ചാൽ അപകടം സംഭവിക്കാം. പക്ഷെ സൂക്ഷ്മതയോടെ ഓടിച്ച് എന്നിട്ടും അപകടം സംഭവിച്ചാൽ, ഇപ്പോ നമ്മൾ വായിച്ച ആ വാക്യം, അവര് വൃദ്ധനാകിയാലും അവൻ വിട്ടുമാറുകയില്ല എന്ന് പറയുന്ന ഒരു പ്രോമിസ് ആണോ എന്നറിയില്ല. എത്രയോ നന്നായി വളർത്തിയ മക്കളെ, നന്നായി വളർത്തിയ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അത് ഒരു പക്ഷെ എക്സെപ്ഷൻ ആവാം. പക്ഷെ എന്നെ കൊണ്ടാവും പോലെ എനിക്ക് ശ്രമിക്കുക, നന്നായിട്ട് കുഞ്ഞിനെ വളർത്തുക. കുട്ടിയോട് അരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അരുത് എന്ന്, കുഞ്ഞായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ, കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ചെല്ലാൻ ശ്രമിക്കുക. കുഞ്ഞ് ഒരാളോട്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിന് മറ്റേ ആൾക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടാകുന്നത് എന്ന് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.
മാതാവ് പിതാവ് പറയുക ഞാനും ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ കുഞ്ഞിന് മനസ്സിലാവും, അയ്യോ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അവിടെയാണ് സുവിശേഷം കൊണ്ടുവരേണ്ടത്. അങ്ങനെ സുവിശേഷം ഒരു അമ്മ ഒരു കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ 3.5 വയസ്സുള്ള കുട്ടി ഈ ഇടയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു, ഞാന് അപ്പോ റൂഡായിട്ട് സംസാരിച്ചതുകൊണ്ടാണ് ജീസസ് എനിക്ക് വേണ്ടി മരിച്ചത്. കണ്ടോ, അത്രയും നമുക്ക് സാധിച്ചാൽ എത്ര വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവര്. നമുക്ക് അതുകൊണ്ട് ആരായിട്ടും കമ്പയർ ചെയ്യാം. ആ കൊച്ചിനെ കണ്ടോ, നേഴ്സിംഗ് പഠിച്ചിട്ട് നിന്റെ പ്രായത്തിലുള്ള ആ കൊച്ചിന് അവിടെ വീട് വെച്ചു കൊടുത്തു, ഒന്നും നമുക്ക് പറയണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ മക്കളെ, ദൈവം തന്ന മക്കളെ ഏറ്റവും നന്നായിട്ട് അവരോട് ഇടപെടാം. ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ദ്രവ്യാഗ്രഹത്തിന് പിന്നാലെ അതുവഴി എല്ലാം കിട്ടുമല്ലോ, ആ ഒരു ലോകത്തിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് എത്ര വേൾഡ് ടൂർ നടത്തി എന്നുള്ളതാണ് ആളുകളുടെ താല്പര്യം. നമ്മളെ അത് സ്വാധീനിച്ചു വരികയാണ്. അതുപോലെ വാഹനം ഏതാണ്, അതിന്റെ നമുക്കൊക്കെ മൈലേജ് കൂടുതലുള്ള വണ്ടിയോട് ഇഷ്ടം. മൈലേജ് തീരെ കുറവ് പറയുന്ന വലിയൊരു അഭിമാനം, 5-6 മൈലേജ് കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു അഭിമാനം. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവർ, എന്തൊരു ലോകത്തിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മൂല്യങ്ങളെ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഈ ആത്മീയ കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാ കാര്യമാണ് ബന്ധപ്പെടുത്തുക. സ്വർഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് അതിന്റെ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ആ ആസ്വാദ്യത പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് പോകാൻ സാധിക്കണം. അല്ലെങ്കിൽ നീ ഇങ്ങനെ ജീവിച്ചാൽ അല്ലെങ്കിൽ നരകത്തിൽ പോകും, ഈ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുന്നതിനേക്കാള് കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴുള്ള ഒരു വലിയ അനുഗ്രഹം, നന്മ, അത് മാതാവും പിതാവും അത് ആസ്വദിക്കുന്നത് കുട്ടികൾ കാണും. പറയാൻ എളുപ്പമാണ്, വിഷമമാണ്, എന്നാ സാധിക്കും പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? കർത്താവിന്റെ വഴിയിൽ നടക്കുന്നത്. പാപം ചെയ്യുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥയും. ഇതുള്ളത് നമുക്കറിയാം, ഇത് നമുക്ക് ബോധ്യമാണ്. ഈ ബോധ്യം നമ്മുടെ മക്കൾക്ക് കാണാൻ ഇടയായാൽ മതി. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമായി തീരും. നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. രാഷ്ട്രീയം പൊതുവെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ല. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഇഷ്ടമാണ്, പിതാവിന് ഇഷ്ടമാണ്. ഈ സഭയിലെ പ്രശ്നങ്ങളും അത് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ ആ മെസ്സേജ് കാണുമ്പോൾ കുട്ടികൾക്ക് അസ്വസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ അത് കുട്ടികളോട് പറഞ്ഞ് അതിൽ ഇല്ലാന്ന് പറയല്ല, എന്നാൽ അത് പറഞ്ഞ ശേഷം അതിൽ കൂടെ ഈ കുഞ്ഞിനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കുട്ടിയെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മാതാവും പിതാവും അവരുടെ തെറ്റ് സമ്മതിച്ച് തെറ്റ് തിരുത്തി, മക്കൾക്ക് തെറ്റു പറ്റാം, അതിനെ തിരുത്തണം, ദൈവത്തിന്റെ വഴി നടക്കണം, അത് ധൈര്യം കൊടുത്ത് അവരെ ദൈവാശ്രയത്തിൽ വളർത്താൻ മാതാവും പിതാവും പരിശീലിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അത് ചെയ്യും. നമുക്ക് അവകാശമായിട്ട് നല്ല മക്കളെ ലഭിക്കും. കർത്താവിന്റെ നാമത്തിൽ വായിച്ചു കേൾക്കാം. 3 യോഹന്നാന്റെ 4-ാമത്തെ വാക്യം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. മാത്യു തോമസങ്ങൾ ആദ്യം പറഞ്ഞപ്പോഴും അവരെ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ അങ്കിള് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടുകൂടിയാണ് അവരെ പരിശീലിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതം ഏറ്റവും മാതൃകയുള്ള ജീവിതമായിരിക്കണം എന്ന് പറഞ്ഞു. അത് നമുക്ക് ഏറ്റവും ഒരു വെല്ലുവിളിയും എന്നാൽ ഉത്സാഹത്തിന് കാരണവുമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വായിച്ചൊരു ഇത്, പാരന്റിങ് ആരംഭിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അവസാനിക്കുന്നില്ല എന്നാണ്. ഒരു ചെറിയ കുഞ്ഞിനെ പാരന്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു ടീനേജറെ പാരന്റ് ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കില്ല ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു മകനോടോ മകളോടോ പാരന്റിങ്ങില് ചെയ്യുന്ന കാര്യങ്ങൾ. ചിലതിന് വാക്കുകൾ മതിയാവും, ചിലതിന് പല ശിക്ഷണ രീതികൾ വേണ്ടിവരും. അത് എല്ലാം ഏറ്റവും ശരിയായ രീതിയിൽ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു മോട്ടിവേഷനും അതേ സമയത്ത് ഒരു മുന്നറിയിപ്പും കൂടി ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. ക്ലാസ് നൽകിയ മാത്യു തോമസങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു.